കോഴിക്കോട് തിരുവഞ്ഞടക്കാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ ട്രീ ഒക്കെ ഉണ്ട്. ക്രിസ്മസിൻ്റെ നമുക്കൊരു കുഞ്ഞു ഷോപ്പിംഗ് ആയാലോ. അപ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പം നമുക്ക് ഞാൻ എന്തൊക്കെ മേടിക്കുന്നത് നിങ്ങൾ കാണില്ല. ഇവിടെയൊക്കെ പോയാലും ലാസ്റ്റ് ഞാൻ ഈ സെക്ഷനിൽ വരാതെ വീട്ടിൽ പോകത്തില്ല കേട്ടോ. കാരണം ഇവിടെ പുതിയ ഏതൊക്കെ പാവകൾ വന്നു എന്ന് അന്വേഷിക്കലാണ് ഒരു മെയിൻ പരിപാടി. ഇത് കൊള്ളാമല്ലോ, ഇത് പുതിയതാന്ന് തോന്നുന്നു ക്രിസ്മസിൻ്റെ. ഇവനെയും കൊള്ളാം. അതിലും എനിക്കിഷ്ടപ്പെട്ടത് ഇതിനെയാണ്. ക്രിസ്മസിന് വേണ്ടി വലിയ 2 സെക്ഷനുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു സെക്ഷനും പിന്നെ ആ ഒരു സെക്ഷൻ ഫുള്ള്. അപ്പോൾ ഇത് മുഴുവൻ നമ്മുടെ ക്രിസ്മസ് ട്രീകളാണ്. മൊത്തം പല സൈസിലുള്ള ട്രീകളുണ്ട്. അപ്പോൾ നമുക്കൊരു ടിൻസിലെടുക്കാം, കാരണം നമുക്ക് ആവശ്യമുള്ള സാധനമാണത്. ഇതിൻ്റെ ഈ വരും ക്രീം ഷെയ്ഡുണ്ട്, പിന്നെ റെഡ് ഉണ്ട്, കുറേ കളറുണ്ട്. ഇതിന് കുറച്ചുകൂടെ ഉള്ളത്. അപ്പോൾ എനിക്കൊന്ന് ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണെടുക്കാം, നല്ല രസമുള്ളതാണ്. അപ്പം ഇതൊരെണ്ണെടുക്കാം. പക്ഷെ അത് കണ്ടപ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് നോക്കിയത് റെഡ്. കാരണം റെഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡ് കിട്ടിയിട്ടൊരു കളിയില്ല. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. പിന്നെ ഇത് ഇവിടെ ക്രിസ്മസിൻ്റെ കുറേ സൈസ് ടോയ്കളൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നല്ലേ. ഇതുണ്ട്, ഇതിൻ്റെ കുപ്പി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇതിനകത്ത് നമുക്കൊരു കുപ്പി. ഇവിടെ ഇങ്ങനെ ക്രിസ്മസിന് അലങ്കരിച്ച് വെച്ചേക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്കറിയില്ല എന്തൊക്കെയാണ്. എങ്കിലും ഞാൻ ചുമ്മാ കുറേ ഫോട്ടോ എടുക്കും. ഇതൊന്നും ഞാൻ എടുക്കട്ടെ കേട്ടോ. എനിക്ക് നമ്മുടെ പുൽക്കൂട് പോലത്തെ എന്തോ സാധനങ്ങളാണിത്. ഇത് കുറേ ലൈറ്റുകളുണ്ട്. നമുക്ക് ലൈറ്റ് എടുക്കാം. ഇത് മുഴുവൻ മറ്റേ ക്രിസ്മസിൻ്റെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സൈസ് കവറുകളാണ് കേട്ടോ. സോറി, ഇതിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് സാധനങ്ങൾ മേടിക്കാം. അവിടെ ക്രിസ്മസ് ട്രീ കുറച്ച് ഭംഗിയായിട്ടിരിക്കട്ടെ. ഇത് ഒടിഞ്ഞു പോയതാ കേട്ടോ. ഇതുണ്ട്, ഇതാണ് ഒറിജിനൽ സാധനം. ഇതേടാ ബോ എന്തോ 25 ബോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒരെണ്ണെടുക്കാം. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ക്രിസ്മസ് കാർഡുകളുണ്ട് കേട്ടോ. ആർക്കിലൊക്കെ നമുക്ക് കാർഡ് അയക്കണേ. ഇവിടെ വന്ന് കാർഡ് കണ്ട എന്ത് വലിയ ഗിഫ്റ്റാണെന്ന്. പക്ഷേ ഈ പെട്ടിയാണ് ഗിഫ്റ്റ്. ഈ പെട്ടിക്ക് നമുക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മുടെ കാർഡ് ബോർഡ് പെട്ടി തന്നെ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് സെക്ഷൻ. ഇതല്ല, ഇതുണ്ടോ കാണുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കുറേ വൈനൊക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല മധുരമുള്ള വൈനുകളാണെന്ന് തോന്നുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നോക്കാം. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചിട്ട് ഇതൊക്കെ പുതിയതായിട്ട് വന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇവിടെ തപ്പാറുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കിവിടെ എന്തൊക്കെയുണ്ടെന്ന് നന്നായിട്ടറിയാം. നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്തേ. നല്ല ക്യൂട്ട് സാധനങ്ങളാണ് എല്ലാം. ക്രിസ്മസ് പാപ്പയെ പോലെ ഫീൽ ചെയ്യുന്നത് എന്തൊരു സാധനം. അല്ലെങ്കിൽ ഇതിനൊരു പേരുണ്ട്, അതെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസത്തിൻ്റെ പേര് കേട്ടത്, പക്ഷെ മറന്നു. നമുക്ക് ഇങ്ങനത്തെ കുറച്ച് മുത്തുകൾ എടുക്കാം. നമുക്ക് വേണ്ട സാധനങ്ങൾ അതെ. നമ്മുടെ ഇതുപോലത്തെ കുറച്ച് ബോർഡുകൾ, കുറച്ച് കുഞ്ഞു ബോർഡുകൾ മേടിച്ചു. ഇവിടെ കാണുന്ന എല്ലാം മേടിക്കണമെന്നുണ്ട്. പക്ഷേ ബഡ്ജറ്റ് നമ്മൾ അനുവദിക്കുന്നില്ല എന്തൊക്കെ മേടിക്കണമെന്ന്. നമ്മൾ ബഡ്ജറ്റിനകത്ത് സാധനങ്ങൾ മാത്രമേ മേടിച്ചു കൊടുക്കത്തുള്ളൂ. സാധനങ്ങളാണ് ഇതൊക്കെ ഇവിടുത്തെ. കാരണം ഇവിടെ നമ്മൾ ക്രിസ്മസ് പാപ്പ അലങ്കരിക്കാനൊക്കെ വെക്കുന്ന സാധനങ്ങൾ. രണ്ടിനെക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടേ മാനാന്ന് തോന്നുന്നു. നമ്മുടെ അവിടുത്തെ സാധനങ്ങളിൽ തന്നെ വളരെ വ്യത്യസ്തമായ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. ക്രിസ്മസ് പാപ്പാടെ വടിയാന്ന് തോന്നുന്നു. ഇതുണ്ട്, പിന്നെ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വരച്ച് കൂട്ടി. അങ്ങനെ മുട്ടായി ഉണ്ട്. ഇങ്ങനത്തെ മുട്ടായിയുടെ ഷേപ്പുള്ള സാധനങ്ങളുണ്ട്. ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട് ഇത്. പക്ഷെ എനിക്ക് കയ്യിലെടുക്കാൻ പേടിയാണ്, കാരണം അത് എടുത്തത് തഴക്കും. ഇടാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ വീഡിയോ കാണാൻ മറക്കല്ലേ. ബൈ ബൈ. ഓക്കെ, സീ യു.